നമ്മൾ ദിവസവും കാണുന്നതാണ്. ഇന്നോവേഷൻസ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ എളുപ്പമുള്ളതാക്കുന്നതെന്ന്. എന്നാൽ ചില ഇന്നോവേഷൻസ് വ്യത്യസ്തമാണ്. അത് ജീവിതത്തെ രക്ഷിക്കുന്നത് കൂടിയാണ്. ഓരോ ദിവസവും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഉണരുന്ന ഒരു കാര്യമുണ്ട്. ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഭയം, വേദന അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥ എന്നിവയോട് പൊരുതുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഒരേ ഒരു പേരാണ് പ്രതീക്ഷയുടെ വെളിച്ചമായി കടന്നു വരുന്നത്: ഡോക്ടർ. ആ ഒരു വ്യക്തിയെ നമ്മൾ നമ്മുടെ ജീവനേക്കാൾ അധികമായി വിശ്വസിക്കുന്നു. എന്നാൽ ചില സമയങ്ങളിൽ കരിങ്കല്ല് പോലുള്ള ഹൃദയവും ചിലപ്പോൾ ഉലഞ്ഞു പോകും. ഞങ്ങള് ഡോക്ടർ മാത്രമാണ്. എന്തായാലും ഭഗവാനൊന്നും ആകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോഴൊക്കെ ഞങ്ങളും തോറ്റു പോകാറുണ്ട്. കാരണം ചില കേസുകളിലെ സിവിയറിറ്റി അങ്ങനെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഡൈലമോ, ആ ഒരു സ്ട്രെസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതൊരു ഡോക്ടറായിരുന്നാലും അവരുടെ കരിയറിൽ അതിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. ആളുകൾ കരുതുന്നത് ഡോക്ടേഴ്സിന് ഇമോഷൻസ് ഇല്ലെന്നാണ്. അവരൊക്കെ കരുതുന്ന പോലെ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് 9 to 4 ജോബല്ല, 24 hours ജോബാണ്. ഡോക്ടേഴ്സിന് ഹോസ്പിറ്റലിനോ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട് എന്ത് ഇൻസിഡന്റും ഉണ്ടാവുകയാണെങ്കിലും അത് അവരെ മാനസികമായിട്ട് പല രീതിയിലും ബാധിക്കാറുണ്ട്. ഇപ്പോൾ ഞാനൊരു സർജറി ചെയ്തു, അതിന്റെ ഔട്ട്കം അത്ര നന്നായില്ല. അപ്പോൾ വല്ലാത്ത ദുഃഖം തോന്നും. പക്ഷേ മറ്റുള്ള പേഷ്യൻസിന്റെ മുന്നിൽ അതൊരിക്കലും കാണിക്കാൻ സാധിക്കില്ല. ബിക്കോസ് ഹി നീഡ്സ് ടു ഫീൽ കോൺഫിഡന്റ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ അങ്ങ് വിഴുങ്ങിക്കളയും. എന്നിട്ട് അടുത്ത ദിവസം മറ്റുള്ള രോഗികളിലേക്ക്, മറ്റുള്ള ജീവൻ രക്ഷിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങിത്തിരിക്കും. നിറഞ്ഞ കൈയടികളോടെ സ്വാഗതം ചെയ്യാം ആന്ധ്രാപ്രദേശിലെ ഓങ്കോളിൽ നിന്നും ഡോക്ടർ KV ശിവനന്ദ് റെഡ്ഡി, ഒപ്പം അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഐഡിയ ബാസ് സ്നേഹ ആൻഡ് കൃപല. നിങ്ങൾക്ക് ഏവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം. ഗുഡ് ലക്ക്. താങ്ക് യു. ഹലോ ടൈറ്റൻസ്, ഞാൻ ഡോക്ടർ ശിവാനന്ദ റെഡ്ഡി, സീനിയർ കൺസൾട്ടന്റ് ന്യൂറോ സർജൻ, കോണ്ടിനെന്റൽ ഹോസ്പിറ്റൽ, ഹൈദരാബാദ്. നമസ്കാരം ടൈറ്റൻസ്, ഞാൻ ഹൈദരാബാദിൽ നിന്ന് സ്നേഹ. നമസ്തേ ടൈറ്റൻസ്, ഞാൻ കൃപല, ഹൈദരാബാദിൽ നിന്നും. ടൈറ്റൻസ്, ലോകത്തിൽ മൊത്തം ഇന്ന് അപസ്മാരത്തിന് ഒരു രോഗമെന്നതിനേക്കാൾ ഒരു സോഷ്യൽ ടാബായിട്ടാണ് കണ്ടുവരുന്നത്. ഒരു രോഗി അപസ്മാരം കൊണ്ട് വിഷമിക്കുകയാണെങ്കിൽ അവർക്ക് രോഗത്തെക്കാൾ പ്രശ്നം അവർക്ക് പേടിയും നാണക്കേടുമായിരിക്കും. പക്ഷേ ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ? ഇന്നിപ്പോ ഈ ലോകം മുഴുവനും ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കുകയാണ്. ഹാർട്ട് റേറ്റ് മുതൽ സ്ട്രെസ് ലെവൽ വരെ, അങ്ങനെ എല്ലാം ഇന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു അപസ്മാര രോഗിക്ക് ആ രോഗം വരുന്നതിന് മുമ്പ് അവർക്ക് അതിന് സൂചന കൊടുക്കാൻ പറ്റിയ ഒരു സ്മാർട്ട് വാച്ച് ഉണ്ടോ? അങ്ങനെ അതിനെ തടയാൻ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? കണക്കനുസരിച്ച് ഇപ്പോ നമ്മുടെ ഭാരതത്തിൽ തന്നെ 10 കോടിയിലധികം രോഗികൾ അപസ്മാരം കൊണ്ട് വിഷമിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ലോകത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 100 കോടിയിലധികം ആളുകൾ ഈ രോഗം കൊണ്ട് മിക്കവാറും വിഷമിക്കുന്നുണ്ടാവും. ഓരോ ദിവസവും ഇതിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ടൈറ്റൻസ്, എല്ലാ വാച്ചും സമയം കാണിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ കയ്യിലുള്ള വാച്ച് ജീവൻ കൂടി രക്ഷിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ സ്കൂളുകളിലും, എല്ലാ തെരുവുകളിലും, അതുപോലെ ഏത് വർക്ക് പ്ലേസിലും അപസ്മാരം കൊണ്ട് വിഷമിക്കുന്ന ആരെങ്കിലുമൊക്കെ കാണാൻ സാധിക്കും. പക്ഷെ ആരും അതിനെപ്പറ്റി ഒന്നും പറയില്ല. പിന്നെ എപ്പിലെപ്സി മാത്രമല്ല, പോസ്റ്റ് വെയിൻ സർജറി ഉണ്ട്. അതിലൂടെ ഏത് പേഷ്യന്റിനും സിസേഴ്സ് അറ്റാക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ആന്റി എപ്പിലെപ്റ്റിക് മെഡിസിൻ കൊടുക്കാറുണ്ട്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ശരിയാവാനും ക്യൂർ ആവാനും ഒരുപാട് നാളെടുക്കും എന്നുള്ളതാ. പക്ഷെ അതിനുശേഷം പ്രത്യേകിച്ച് ഗ്യാരണ്ടി ഒന്നുമില്ല. ഏറ്റവും വലിയ ചാലഞ്ച് ഇത് എപ്പോ വരുമെന്ന് ആർക്കും അറിയത്ത പോലുമില്ല. നമ്മൾ പഠിക്കുന്ന സമയത്ത് റോഡിലൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ ഇത് എപ്പോ വേണമെങ്കിലും വരാവുന്നതാണ്. ലൈഫ് വളരെ അൺപ്രെഡിക്റ്റബിളും സ്കേറിയും ഡിസ്ട്രക്റ്റീവും ആയിരിക്കും. അതുകൊണ്ട് ടൈറ്റൻസ്, ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ലൈഫ് ഡിസ്ട്രക്റ്റീവും ഒരു അൺസാറ്റിസ്ഫാക്ടറി കണ്ടീഷനെ സോൾവ് ചെയ്യാനുള്ള ഒരു എക്യുപ്മെന്റുമാണ്. പ്രത്യേകിച്ചും മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്, സ്മാർട്ട് വേരിയബിൾ ആണ്. ഇത് ഈ സീസേഴ്സ് വരുന്നതിന് മുൻപ് തന്നെ യൂസറിനെ അലേർട്ട് ചെയ്യുന്നതുമാണ്. കാരണം ഈ ഡിവൈസിൽ ശരീരത്തിലെ ഇമ്പോർട്ടന്റ് വൈറ്റൽസ് മീൻസ് ഹാർട്ട് റേറ്റ്, സ്കിൻ ടെമ്പറേച്ചർ, മൂവ്മെന്റ്സ് ഇതിനെല്ലാം കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെ അഡ്വാൻസ് AI സിസ്റ്റം ഈ പാറ്റേൺസ് ഒക്കെ അനലൈസ് ചെയ്ത് സീസേഴ്സിന്റെ സിഗ്നൽസിനെ പ്രെഡിക്റ്റ് ചെയ്യും. അപ്പോൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും അബ്നോർമൽ ആക്ടിവിറ്റി ഡിറ്റക്ട് ആയാൽ അപ്പോൾ നമ്മുടെ ഈ ഡിവൈസ് യൂസറിന് ഉടനെ തന്നെ വൈബ്രേഷന്റെയോ സൗണ്ടിന്റെയോ രൂപത്തിൽ വാർണിംഗ് കൊടുക്കും. അതോടൊപ്പം തന്നെ കെയർ ഗീവർ, ഡോക്ടർ എന്നിവർക്കും ഓരോ നോട്ടിഫിക്കേഷൻ അയക്കും.
ടൈറ്റൻസ്, ജീവിതം വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്. അങ്ങനെ ജീവിതം അൺപ്രഡിക്റ്റബിൾ ആവുമ്പോൾ സമയം കാണിക്കുക മാത്രമല്ല, സമയത്തിന് വാൺ ചെയ്യുക എന്നുള്ളതും അത്യാവശ്യമായ ഒരു കാര്യമാണ്. പ്രസന്റിംഗ് എപ്പിറിലീഫ്, Saving one life at a time. സോ ടൈറ്റൻസ്, ഈ എപ്പിറിലീഫിനെ ലോകത്തിൽ അപസ്മാരം കൊണ്ട് വിഷമിക്കുന്ന ഓരോ രോഗികൾക്കും അവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾ നിങ്ങളോട് പറയുന്ന ആസ്ക് 2 CR for 10% ഇക്വിറ്റി. ഈ ഐഡിയയുടെ തുടക്കം എവിടെ നിന്നായിരുന്നു? അത് പിന്നെ സാർ, ഞാൻ എൻ്റെ ന്യൂറോ സർജറിയുടെ റെസിഡൻസി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹൈദരാബാദിലെ നിസാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജ് ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ 6 വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടി, ആ കുട്ടിക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് അപസ്മാരവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഞങ്ങൾ ആ കുട്ടിയെ ഇമ്മീഡിയറ്റ്ലി സർജറിക്ക് വേണ്ടി കൊണ്ടുപോയി. ട്യൂമറിന് വേണ്ടി ഞങ്ങൾ സർജറി ചെയ്തു. പക്ഷേ ആ കുട്ടി രക്ഷപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിച്ചതേ ഇല്ല. അങ്ങനെ അവർ 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ ഈ പേഷ്യൻസിനെയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി ഒരു 3 മണിക്ക് എനിക്കൊരു സഡൻ കോൾ വന്നു. ഡോക്ടറെ, എനിക്കിത് എന്താ സംഭവിക്കുന്നത് എനിക്കിത് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ തന്നെ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വേഗം കൊണ്ടുപോകാൻ പറഞ്ഞു. പക്ഷേ അവർ കുറച്ച് ദൂരെയാണ്. അതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പെടാനായിട്ട് അവർക്ക് 2-3 മണിക്കൂർ വേണ്ടി വന്നു. അങ്ങനെ അവരവിടെ ഓടിക്കുറിച്ചെത്തിയപ്പോഴേക്കും നോ ലൈഫ് എനിമോർ. സോ ദാറ്റ് ഹാസ് ഹിറ്റ് മീ വെരി വെരി ഹാർഡ്. ഒരു സിമ്പിൾ എപ്പിലെപ്സി, അത് കാരണം അതിനേക്കാൾ വലിയൊരു അപകടനില തരണം ചെയ്തു വന്ന കുട്ടിയായിരുന്നിട്ട് പോലും കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന മീൻസ് ഞങ്ങൾക്ക് രക്ഷിക്കാനായില്ല. അത് ഈ ജേണിയിലേക്കുള്ള എൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അതിനുശേഷം ഇതുപോലുള്ള കുറെ ഇൻസിഡൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളെ ഞാൻ കണ്ടു. പക്ഷെ ആരും ഇതിനെപ്പറ്റി ഒന്നും തുറന്ന് സംസാരിക്കില്ല. നമ്മൾ പലരും ഇതുപോലുള്ള ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ടാവും. പൊതുവെ ഈ എപ്പിലെപ്സിയുടെ ആക്രമണം വരുമ്പോൾ ചിലപ്പോൾ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും, ചിലപ്പോൾ കരണത്തടിക്കും. ഇതിന്റെയൊക്കെ അപ്പുറത്തും ഇത് ചിലപ്പോൾ പോകാറുണ്ട്. ശരിക്കും ഇത് കണ്ടുപിടിക്കുന്നത് 1800-ലാണ്. ഇതിനെ നമ്മൾ എവർഷൻ എന്നാണ് പറയുന്നത്. മെയിനായിട്ട് ഒരു പേഷ്യന്റിന്റെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇത് പ്രധാനമായിട്ടും ചെയ്യുന്നത്. പക്ഷേ ഇത് അൺറിയലിസ്റ്റിക് ആണ്, നോൺ മെഡിസിൻ ആണ്. പക്ഷേ ഇതുകൊണ്ട് അപസ്മാരം റെഡിയായെന്ന് പറയാൻ പറ്റില്ല. സ്വയം ഒരു 2-3 മിനിറ്റ് കൊണ്ട് അവരുടെ കണ്ടീഷൻ അനുസരിച്ച് ഒരു കൺട്രോളിലേക്ക് വരും. എന്തായാലും വളരെ വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഈ ചരട് കെട്ടലും അതുപോലെ താക്കോൽ കൊടുക്കലൊന്നും വേണ്ടി വരില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡോക്ടർ സാർ പറയൂ, നിങ്ങളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു ഇന്നോവേഷൻ ഉണ്ടല്ലോ, ഇതിന്റെ ഇനീഷ്യലായിട്ടുള്ള ഫണ്ട് നിങ്ങൾ തന്നെ ഇറക്കിയതാണോ അല്ല ഇവിടെ നിങ്ങൾ സംഘടിപ്പിച്ചതാണോ? ബൂട്ട്സ്ട്രാപ്പാണ് ഞങ്ങളുടെ മുഴുവൻ കമ്പനി. അപ്പോൾ ഇതുവരെ മൊത്തം എത്ര ചിലവായി? ഒരു 40-45 ലക്ഷത്തോളമായി. പിന്നെ എത്ര സമയം എടുത്തു? ഒരു 14 മാസം. ഈ ഡിവൈസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു തന്നോളൂ. സോ ഇതാണ് ഞങ്ങളുടെ സ്മാർട്ട് വാച്ച്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ മെയ്ഡ് ഇൻ ആർ ഇൻ ഹൗസ്. ഒരു ചെറിയ ലാബില് കൈകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ എന്റെ മൊബൈലിലെ ഹോട്ട്സ്പോട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ദ മൊമെന്റ് ഇറ്റ് ഇസ് കണക്റ്റഡ് വിത്ത് ദ ഹോട്ട്സ്പോട്ട് വിൽ ഗെറ്റ് എ മെസ്സേജ് സേയിങ് ദാറ്റ് ഹോട്ട്സ്പോട്ട് ഇസ് കണക്റ്റഡ്. So it started reading the parameters of your body, SpO2, heart rate and the temperature. All the details are displaying here. I'll show it in a minute. നിങ്ങളിങ്ങനെ 3D പ്രിന്റിംഗ് ചെയ്ത് കൊണ്ടുവരുന്ന വേരിയബിൾ മെഡിക്കൽ ഡിവൈസ്, ഇത് 2 പാർട്ടായിരിക്കുമല്ലോ, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. മറ്റ് ഡിവൈസുകളിൽ ഇല്ലാത്തതുപോലെ ഇതിൽ വേറെ എന്ത് സെൻസർ സിസ്റ്റം ആണ് ഉള്ളത്? മറ്റ് കമ്പനികളുടെ ഹാർട്ട് റേറ്റ് മീറ്റർ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ദേ ആർ ആവറേജിംഗ് ഹാർട്ട് റേറ്റ് ഫോർ 3 to 7 minutes. ബട്ട് റൈറ്റ് നൗ വി ഹാവ് അച്ചീവ് 23 സെക്കൻഡ്സിൽ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് പോയിന്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ വി ആർ പ്ലാനിംഗ് ടു ഇംപ്രൂവ് ദിസ് ഹാർട്ട് റേറ്റ് ദാറ്റ് ഐ സേ ടു 10 സെക്കൻഡ്സിൽ 2 ഡാറ്റ പോയിന്റ്സ് കളക്ട് ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഓക്കെ, അതിപ്പോ സോഫ്റ്റ്വെയർ കൊണ്ട് സാധിക്കുന്നതല്ലേ? We are using multiple sensors, the angle, the necessity of the... This is completely made by us. Sir, this sensor is not available made. We are incubated with T-Hub in Hyderabad, T-Works. അപ്പോൾ ഹാർട്ട് ബീറ്റ് വേരിയേഷൻ ഒക്കെ എപ്പോൾ ഉണ്ടാകുന്നോ ആ ഒരു വേരിയേഷൻ പെട്ടെന്ന് തന്നെ പറയുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ക്രക്സ്. We are proud to say that 23 seconds we can average your heart rate and give this. Most compliment you. I think all 3 of you. Loud round of applause to all of you. Thank you. ഇവിടെ പ്രധാനമായിട്ട് എൻ്റെ ഒരു കമന്റ് ബിസിനസിനെ കുറിച്ചാണ്. അതിനുമുമ്പ് ഞാൻ തെലുങ്കിലൊരു കാര്യം ചോദിച്ചോട്ടെ. ബാഹുനാറാ, നിങ്ങളുടെ ഈ കമ്പനിയുടെ ഗ്രോത്ത് ആൻഡ് എക്സിറ്റ് സ്ട്രാറ്റജി എന്താണ്? എപ്പിലെപ്സി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡിസീസ് അല്ല. എപ്പിലെപ്സി എന്നാൽ അതൊരു സിംറ്റം ആണ്. അതിനെ നിങ്ങൾ സ്ട്രോക്ക് മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. അതിപ്പോ നമ്മുടെ ലോകത്ത് തന്നെ സ്ട്രോക്ക് മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇപ്പൊ സ്ട്രോക്ക് മാർക്കറ്റിന്റെ എണ്ണം തന്നെ വളരെ കൂടുതലാണ്. അതിപ്പോൾ നമ്മൾ പോസ്റ്റ് ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി സർജറി പേഷ്യൻസിനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, പോസ്റ്റ് ബ്രെയിൻ ട്യൂമർ സർജറി, പോസ്റ്റ് എപ്പിലിപ്റ്റിക് സർജറി, എന്തായാലും ഇതിനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ മാർക്കറ്റ് അത്രയ്ക്ക് ചെറുതൊന്നുമല്ല. നിങ്ങളുടെ ഈ വാച്ച് ഉണ്ടല്ലോ,
ഇതിനകത്ത് ശരിക്കും എന്താണുള്ളത്? അതായത് പേഷ്യന്റിന് ആദ്യം തന്നെ വിവരം അറിയുന്നത് പോലെ, അതുപോലെ ഈ വാച്ചിന്റെ മറ്റുള്ള ആസ്പെക്ട്സ് അതൊക്കെ ഒന്ന് പറയാമോ? ഞങ്ങളിപ്പോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഡിറ്റക്ഷനെ കൂടുതലായിട്ട് പ്രൊഡിക്ഷൻ ചെയ്യുന്നതാണ്. നമുക്ക് ഈ എപ്പിലെപ്സി പേഷ്യൻസിന് വരാനേ പാടില്ല. അത് ശരിയാ. കാരണം എപ്പിലെപ്സി എന്ന് പറയുന്ന ഡിസീസിന് ഒരു ഫേസ് വരുന്നുണ്ട്. അതിന് നമ്മൾ ഓറ ഫേസ് എന്നാണ് പറയുന്നത്. അത് 15 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ സ്ട്രെച്ച് ഉണ്ടാവും. ആ ഓറ ഫേസിൽ തന്നെയാണ് നമ്മുടെ വാച്ച് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നത്. അതായത് എപ്പോഴാണോ ഈ പേഷ്യൻസിന്റെ ഹാർട്ട് റേറ്റ്, അതുപോലെ അതിന്റെ അനക്കങ്ങൾ, നമ്മൾ സിംപ്ലി അതിനെ ഗൂസ് പംസ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ EDA ഇലക്ട്രോ ഡെർമൽ ആക്ടിവിറ്റി, അല്ലെങ്കിൽ പ്ലത്തിസ്മോഗ്രാഫി, മീൻസ് പൾസോളിയം ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് ഇതിന് നമ്മൾ ഒരു പ്രൊഡിക്ഷന്റെ രൂപത്തിൽ പറയുന്നതാണ്. അപ്പോൾ ഇതിൽ ഈ പറയുന്നത് പോലെ പ്രൊഡിക്ഷൻ വരുമ്പോൾ പേഷ്യന്റിൽ നിന്ന് നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഹോസ്പിറ്റലിലേക്ക് പോകണോ, ഡോക്ടറെ വിളിക്കണോ, എന്താണ് ചെയ്യേണ്ടത്? അലർട്ട് കൊടുക്കുമ്പോൾ ഇപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ വാച്ചില് ദർ ഈസ് ഒരു കെയർ ഗീവറുടെ സോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഡോക്ടറുടെ SOS ഉണ്ട്. സോ ഹീ ക്യാൻ കൺസൾട്ട് ദ ഡോക്ടർ ത്രൂ അവർ ആപ്പ് ഡയറക്ട്ലി ദാറ്റ് ടൈം. എന്നിട്ട് ഇപ്പോൾ ചോദിക്കുക ഞാനെന്താ ചെയ്യേണ്ടത്, മരുന്ന് കഴിക്കണോ, അതോ നിയർ ബൈ ഹോസ്പിറ്റലിലോട്ട് പോയി പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യണോ? ഇനിയിപ്പോൾ നിയർ ബൈ ഹോസ്പിറ്റൽ എവിടെയാണെന്നുള്ളതും ഇതിൽ ഗൈഡ് ചെയ്യും. അതുപോലെ നിങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇമീഡിയറ്റ്ലി അതിൽ ഡ്രൈവിംഗ് നിർത്താനായിട്ട് പറയും. അതിന്റെ പ്രൈസ് പോയിന്റ് എന്താണെന്ന് പറയൂ. അത് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വാച്ച്, ഒരു വാച്ച് ഉണ്ടാക്കുന്നതിനായിട്ട് ഞങ്ങൾക്ക് ചിലവായത് ഏകദേശം ഒരു 10,000 രൂപയാണ്. ലാർജ് സ്കെയിൽ ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റ് നമുക്ക് ഒരു 4,000, 5,000 ലെവലിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സെല്ലിംഗ് പ്രൈസ് 12,000 മുതൽ 14,000 രൂപ വരെ വയ്ക്കാനുള്ള ഒരു ഐഡിയ ആണ്. അപ്പോൾ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് എന്നുള്ളതാണ് നിങ്ങൾ പറയുന്ന ഈ USP എങ്കിൽ അതപ്പോ ബാക്കിയുള്ള ബിസിനസിനെ കൂടെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ചെയ്യുക. ഇതിനെ എങ്ങനെ നമുക്ക് കുറച്ചുകൂടി മൾട്ടി ഫംഗ്ഷണൽ അല്ലെങ്കിൽ മൾട്ടി യൂസേജ്? ഞങ്ങൾ ഉണ്ടാക്കുന്ന ഹാർട്ട് റേറ്റ് സെൻസറിൽ ഓൾറെഡി 6 സെൻസർ ഉണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പേഷ്യന്റിന് ടെമ്പറേച്ചർ ഹൈ ആയി പോയി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അപസ്മാരം വരുന്നു എന്നല്ല. ആക്ച്വലി ഞങ്ങൾ ഇതിനെ ആ രീതിയിൽ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ 3 പാരാമീറ്റേഴ്സ് ഒരുപോലെ ചേഞ്ച് ആയിട്ട് വരണം, അപ്പോഴേ നിങ്ങൾക്ക് ട്രിഗർ കിട്ടൂ. എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ കറന്റ് വാല്യൂവേഷൻ 20 crore ചെയ്തിട്ടുണ്ട്, അതിനുള്ള ജസ്റ്റിഫിക്കേഷൻ പറയൂ. സാർ, ഞങ്ങൾ ഈ മാർക്കറ്റ് സൈസ് അനലൈസ് ചെയ്തപ്പോൾ വേരിയബിൾ മാർക്കറ്റിന്റെ വേൾഡ് വൈഡ് മാർക്കറ്റ് ഓൾമോസ്റ്റ് $600 million. അപ്പോൾ പിന്നെ അതങ്ങ് ഉയർത്തിയ പോരെ? ഈ 20 കോടിയേക്കാളും കൂടുതലങ്ങ് പറഞ്ഞ പോരെ? കാരണം ഈ ഡിറ്റക്ടിംഗ് ആൻഡ് പ്രൊവിഷൻ കേസിൽ വേറെ കാര്യമൊന്നുമില്ല. ക്യാൻ ദിസ് ബി ഇന്റഗ്രേറ്റഡ് ത്രൂ ആൻ ആപ്പ്? ആപ്പ് ഓൾറെഡി ഉണ്ട് സാർ. അത് ഇന്റഗ്രേറ്റഡ് ആപ്പ് തന്നെയാണ്. ഇതിൽ റിയൽ ടൈം ഡാറ്റ ആപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതായത് അവരത് ഇടുമ്പോഴൊക്കെ അല്ല, ആക്ച്വലി ഇതൊരു നമ്മുടെ ഒരു ഷീഷസ് ഡയറി എന്നാണ് പേഷ്യൻസിനോടൊക്കെ പറയുന്നത്. അത് അവരുടെ കൈ തന്നെ വീട്ടിലെപ്പോഴും ഉണ്ടാവുന്നതായിരിക്കും. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാം അവർക്ക് ഏത് ടൈപ്പ് ഷീഷറാണ് ഉള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ആ ആപ്പിൽ ഉണ്ടാകും. അപ്പോൾ ഷീഷർ വരുന്ന സമയത്ത് അവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കാരണം ചില സമയത്തൊക്കെ ഈ പേഷ്യൻസ് ടാബ്ലറ്റ് മറക്കും. ഇതിലാവുമ്പോൾ ഏത് ടാബ്ലറ്റ് ഏത് സമയത്ത്, ഇനിയിപ്പോൾ സമയത്ത് എടുത്തില്ലെങ്കിൽ അത് ഓർമ്മിപ്പിച്ചു കൊണ്ടും ഒരു അലർട്ട് പേഷ്യന്റിന് ഇത് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ ഇപ്പോൾ ബൈ ചാൻസ് നമ്മുടെ എല്ലാ ഹിസ്റ്ററിയും കാണണമെന്നിരിക്കട്ടെ, കാരണം കഴിഞ്ഞ തവണ നമ്മുടെ ഡോക്ടറെ കണ്ട ഡേറ്റ് നമ്മൾ മറന്നു. അപ്പൊ ഇതിൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഡേറ്റ് ഒക്കെ ആദ്യമേ തന്നെ ഫീഡ് ചെയ്ത് പേഷ്യന്റ് ആൻഡ് ഡോക്ടർ കൊളാബറേഷനിലൂടെ അതിൽ ഫീഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് കൂടി ഒന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും ഈ എപ്പിലെപ്സി കാരണം ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും കണ്ടു കാണും. അപ്പോൾ ഈ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് ഡിമാൻഡ് എത്രയുണ്ടെന്നൊന്ന് പറഞ്ഞു തരൂ പ്ലീസ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മാർക്കറ്റ് ഡിമാൻഡ് എത്രയുണ്ടെന്ന് നോക്കാം. ആളുകൾക്കും ഇത് അത്യാവശ്യമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഡോക്ടർ, താങ്കൾ പറയുന്നത് വെച്ച് എനിക്ക് മനസ്സിലാവുന്നത് രോഗം വളരെ വലുതാണ്, പക്ഷെ നിങ്ങളുടെ സൊല്യൂഷൻ അതിൽ ഇനിയും കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി നോക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് നിങ്ങൾക്ക് കൈതരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ആൻഡ് ഐ വിഷ് യു all the success for your future endeavors and hope your innovation continues. Thank you so much. As a health tech founder, എനിക്ക് ഈ കാര്യത്തിൽ വളരെയധികം എംപതി ഉണ്ട്. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വലിയ പ്രശ്നം പരിഹരിക്കുന്നതിനാണ് നിങ്ങൾ ഒരു പുതിയ മെഷീൻ കണ്ടുപിടിച്ചത്. എനിക്ക് ചില പേഷ്യൻസിന് അറിയാം, അവർ വളരെ കാലമായി ഈ പ്രശ്നം കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. I would like to offer becoming a customer on their behalf. പിന്നെ ഈ സെക്ടറിനെ കുറിച്ച് എനിക്ക് അത്രയ്ക്കൊന്നും വിവരമില്ല. എന്നാലും നിങ്ങളുടെ ഫ്യൂച്ചർ ജേണിക്കൊപ്പം മെന്റർഷിപ്പ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അത് ഞാൻ തീർച്ചയായും ചെയ്യും. താങ്ക് യു സോ മച്ച്. മെഡിക്കൽ ഇൻവെസ്റ്റ്മെന്റ് ഈസ് നോട്ട് മൈ ഫേർട്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കൈ തരുന്നില്ല.
നോ പ്രോബ്ലം സാർ. താങ്ക് യു. ഇന്നത്തെ ഈ ദിവസം കറന്റ് വാല്യുവേഷനിൽ എനിക്ക് നിങ്ങൾക്ക് കൈതരാൻ സാധിക്കുകയില്ല. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.